അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് കേക്ക് റെഡിയായി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. 2 കപ്പ് മൈദ എടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇത് 2 പ്രാവശ്യം വേണമെങ്കിൽ അരിച്ചാൽ ഒന്നും കൂടി നല്ല മിക്സായി കിട്ടും. എല്ലാ പൊടിയിൽ 2 ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നന്നായിട്ട് മിക്സായി കിട്ടും. മൈദ 2 പ്രാവശ്യം അരിച്ചെടുത്തു. 1/4 കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി പൊടിച്ചു. 1 കപ്പ് ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതൊരു ക്യാരറ്റ് കേക്കാണല്ലോ, അതുകൊണ്ട് 1 കപ്പ് ക്യാരറ്റ് അസലായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. കോഴിമുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര പൊടിച്ചത് ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. പഞ്ചസാര ചേർത്തതിന് ശേഷം 120 ഗ്രാം വെണ്ണ ചേർക്കുക. 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് നന്നായി മിക്സ് ചെയ്യുക. ഒരു 4 ടേബിൾ സ്പൂൺ ടാങ്ക്, നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ എടുക്കുന്ന ടാങ്കില്ലേ, അത് 4 ടേബിൾ സ്പൂൺ അതിലേക്ക് കുറേശ്ശെയായിട്ട് മൈദ ചേർത്തിട്ട് മിക്സ് ചെയ്തു. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. മൈദ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഓറഞ്ച് കളർ കേക്കായി കിട്ടും നമുക്ക്. 1/4 ടീസ്പൂൺ വാനില എസൻസ്, വേണമെങ്കിൽ പൈനാപ്പിൾ എസൻസോ ഓറഞ്ച് എസൻസോ എന്ത് വേണമെങ്കിൽ ചേർക്കുക. ഞാൻ ഇവിടെ വാനില എസൻസ് ആണ്. സ്റ്റീൽ പാത്രം എടുത്തിട്ട് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം വെണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിക്കും. ബാറ്റർ ഈ പാത്രത്തിലേക്ക് മുകളിലേക്ക് ഒഴിച്ചു. കേക്കിൻ്റെ ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ബേക്ക് ഒന്ന് നന്നായി ടാപ്പ് ചെയ്തതിന് ശേഷം വേഗം ബേക്ക്, അധിക നേരം നമ്മൾ പുറത്ത് വെക്കരുത്, വേഗം ബേക്ക് ചെയ്തെടുക്കാം. കുക്കറിൽ കുറച്ച് ഉപ്പ് വിതറി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രീ ഹീറ്റ് ചെയ്യുക. അത്ര ഇറക്കി വെച്ചു. ഇനി നമുക്ക് സ്ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ്സ് എങ്കിലും ബേക്ക് ചെയ്തെടുക്കണം. കുക്കർ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇത് വലിയൊരു സ്റ്റിക്ക് വെച്ചിട്ട് നോക്കി കേക്കിൻ്റെ ഒരു ഭാഗവും ഇതിൽ പിടിച്ചിട്ടില്ല. കേക്ക് അസലായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഇത് ഏകദേശം 1.5 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. കാരണം ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുള്ളതുകൊണ്ടാണ്. 2 കപ്പ് കൊണ്ട് ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ അതുകൊണ്ട് 1.5 മണിക്കൂർ ഏകദേശം ഇത് ബേക്കായി വരാൻ എടുത്തിട്ടുണ്ട്. കേക്ക് കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റി. ഓറഞ്ച് കളർ കേക്ക് റെഡിയായി. നമുക്കിനി ഒരു തുണിയിട്ട് കവർ ചെയ്ത് തണുക്കാൻ വയ്ക്കാം. കേക്ക് റെഡിയായി, നല്ല സൂപ്പറായി ബേക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഡീമോൾഡ് ചെയ്തെടുത്തു. നമുക്ക് പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. ഓറഞ്ച് കളറുള്ള കേക്ക് റെഡിയായി. അതിനി ഡീമോൾഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേക്ക്. കട്ട് ചെയ്തെടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് കേക്ക് റെഡിയായി. ഇതൊരു 10 കൊല്ലം മുമ്പ് ഞാൻ ഉണ്ടാക്കിയ ഒരു കേക്കാണ്. അത് വീണ്ടും ഉണ്ടാക്കുകയാണ്. ഓവനും ബീറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ഓവനില്ലാതെ ഉണ്ടാക്കിയെടുത്ത കേക്കാണിത്. നല്ല ടെക്സ്ചറായി കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്. നോക്കൂ, നല്ല കേക്കിൻ്റെ ടെക്സ്ചർ അസലായിട്ട്. ഇതൊരു ഓറഞ്ച് കളർ കേക്കാണ്. കേക്കൊക്കെ സ്ലൈസായി കട്ട് ചെയ്തെടുത്തു. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും.